അപർണ അവർ രണ്ടുപേരെയും ഒന്ന് കലിപ്പിച്ചു നോക്കിയിട്ടും ചവിട്ടി തുള്ളിക്കൊണ്ട് ഇറങ്ങിപ്പോയി. ഇറങ്ങിയ ഉടനെ പ്രിയനെ വിളിച്ചു. അവിടെ നടന്നെല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു. അപർണ വന്ന കലിപ്പിൽ ചേരിൽ കണ്ണടിച്ചിരുന്ന ധ്രുവിനെ കുറച്ചു നേരം ജാൻവി നോക്കി നിന്നു. ശേഷം ഒരു ചെറുപുഞ്ചിരിയോട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ധ്രുവേട്ട എന്തിനെന്നെ വിളിച്ച്? എന്തേലും കാരണമുണ്ടെങ്കിൽ മാത്രമേ എനിക്കെന്നെ വിളിപ്പിക്കാൻ പറ്റൂ. ഈ കലിപ്പിനെ കൊണ്ട് എൻ്റെ പൊന്നു ധ്രുവേട്ട ഒത്തിരി പണി പെൻഡിങ് ഉണ്ടെന്നേ, അതുകൊണ്ടല്ലേ എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് തൽക്കാലം പോയാൽ മതി. വീട്ടിലും പറ്റില്ല, ഓഫീസിലും പറ്റില്ല. ഇതല്ലാതെ കഷ്ടമാണല്ലോ കൃഷ്ണ. അവൻ്റെ വർത്താനം കേട്ടോ ജാൻവിക്ക് ചിരി വന്നു. അവൾ ചിരി കടിച്ചു പിടിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കണ്ടപ്പോൾ അവൻ ചാടി ചേർന്ന് എഴുന്നേറ്റു. അവളുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവളുടെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. അവനടുത്തേക്ക് വരുന്നതനുസരിച്ച് അവൾ പുറകോട്ട് നടന്നു. ഒടുവിൽ പുറകിലുണ്ടായിരുന്ന ക്യാബിനറ്റിൽ ഇടിച്ചു നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് രണ്ട് സൈഡും കൈകൾ വെച്ച് ലോക്ക് ചെയ്തു. കഴിഞ്ഞു? എന്ത് ചിരി കഴിഞ്ഞോന്ന് അവൻ കുറച്ചുകൂടി അവളോട് ചേർന്ന് ഇരുന്നു കൊണ്ട് വീണ്ടും ചോദിച്ചു. ഒന്നുകൂടെ ചിരിച്ചാലും? വേണ്ട ധ്രുവേട്ട. അങ്ങനെ പറയില്ല മോളെ, നിന്റെ ചിരി എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട് കേട്ടോ. നിന്റെ ആ ചിരിയിൽ അലിഞ്ഞ ചേരാൻ കൊതിയാവുന്ന എനിക്ക്. അവൻ്റെ വാക്കുകൾ കേൾക്കി അവളുടെ മുഖം നാണത്താൽ താഴ്ന്നു. കവളുകൾ ചുവന്ന് തൊടുത്തു. ധ്രുവ അതെല്ലാം ഒരു കൗതുകത്തോടെ നോക്കി നിന്നു. ജാനസ് എൻ്റെ മുഖത്തേക്ക് നോക്കി പെണ്ണ്. നിന്റെ നാണവും കവളിലെ ചുവപ്പ് നിന്നിലേക്ക് അലിഞ്ഞു ചേരാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കുന്നു പെണ്ണ്. പക്ഷേ തൽക്കാലം അതിന് നിവർത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഒതുക്കാം. അത് പറയും അവളുടെ ചുണ്ടുകൾ അവൻ നുകരാൻ തുടങ്ങിയതും ഒന്നിച്ചായിരുന്നു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ജാൻവി അവനോ വിധേയമായി നിന്നും. ചുണ്ടുകളിൽ നിന്ന് നാവിലേക്ക് ചേക്കേറിയതും അവളൊന്ന് പിടഞ്ഞുകൊണ്ട് ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു. ഒടുവിൽ ശ്വാസം വിലങ്ങിയപ്പോൾ അവൻ അവളെ പതിയെ മോചിപ്പിച്ചു. അവൾ ഒരുക്കിയതപ്പോടെ അവനെ നെഞ്ചിലേക്ക് മുഖം പൂത്തി ശ്വാസം വലിച്ചെടുത്തു. അവൻ അവളെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. ഐ ലവ് യു ജാനുസ്, ലവ് യു ടു ധ്രുവേട്ട. അവൻ പതിയെ അവളെ വിട്ടു. ഇനി വെക്കും, പിന്നെ ഇനിയും കാണാൻ തോന്നിയാൽ ഞാൻ വിളിക്കാം. പിന്നെ ഇനി ഞാൻ വരൂല മോനെ. എന്നാ അതൊന്ന് കാണാലോ. ഞാൻ പോവുക ധ്രുവേട്ട, പണിക്കുറ പെൻഡിങ് ഉണ്ട്. ഞാൻ പറയാൻ മറന്നു, ഈവനിങ് ഞാൻ ഉണ്ടാവില്ല കേട്ടോ. എനിക്കൊരു അർജന്റ് ഒരു സൈഡ് വിസിറ്റ് ചെയ്യാനുണ്ട്. കഴിയാൻ ലേറ്റ് ആകും. ഇന്ന് കമ്പനി ബസ്സിന് പോയാൽ മതി. ഞാൻ വിളിച്ചു പറയാം, അതിൽ പോയാൽ മതി. ഒറ്റയ്ക്ക് പോണ്ട, കേട്ടല്ലോ? ഓക്കെ, ഞാൻ പോകുവാണേ. അവളൊരു ഫ്ലൈയിങ് കിസ് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവനൊരു ചിരിയോട് അവൻ്റെ വർക്കിലേക്കും. പിന്നെ രണ്ടുപേർക്കും ബിസിയായിരുന്നു. പരസ്പരം കണ്ടേയില്ല. ജാൻവി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ധ്രുവ് പോയിരുന്നു. പോകുന്ന വഴി ബസ്സിൽ ജാൻവിയെ കൊണ്ടുപോകണമെന്ന് പറയാനും മറന്നില്ല. ഓഫീസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ധ്രുവ് പറഞ്ഞതനുസരിച്ച് ബസ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ വേഗം ബസ്സിൽ കയറിയിരുന്നു. അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവൾ പുത്തൻപുരക്കിലെത്തി. അവൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ ആരെയും കണ്ടില്ല. ഫ്രണ്ട് ഡോർ അടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് അവൾ അടുക്കളയിൽ കൂടെയാണ് അകത്തേക്ക് കയറിയത്. അകത്തെത്തിയിട്ടും ആരെയും കണ്ടില്ല. ലീല ചേച്ചി, ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ജാൻവി എത്തിയോ? സാവിത്രി ചേച്ചിയും ശേഖരൻ സാറും അമ്പലത്തിൽ പോയതാ. ബാക്കിയുള്ളവരെ എവിടേക്കേ പോയി എനിക്കറിയാമില്ല മോളെ. ആണോ? എന്നാൽ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാവേ. അവരോട് പറഞ്ഞ് അവൾ ഫ്രഷ് ആകാൻ കയറി. ഫ്രഷായി പുറത്തിറങ്ങി ഒരു മജന്ത കളർ ധാവണിയോട് തൊട്ടു. മുടി അഴിച്ചിട്ടു. ഭയങ്കര ക്ഷീണം തോന്നിയത് കൊണ്ട് അവൾ കുറച്ചു നേരം കിടന്നു. ആ കിടപ്പിൽ അവളെപ്പോഴും ഉറങ്ങിപ്പോയി. സാവിത്രമ്മ വന്ന് വിളിക്കുമ്പോഴാണ് അവൾ എഴുന്നേക്കുന്നത്. പിന്നെ അവളുടെ കൂടെ തന്നെ ചായയും കുടിച്ച് ഡൈനിങ് ടേബിൾ ഇരിക്കുമ്പോഴാണ് ധ്രുവിൻ്റെ കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ധ്രുവ് എത്തിയതും ആരെല്ലാം ഓടിപ്പാഞ്ഞ് സ്റ്റെപ്സ് ഇറങ്ങി അവനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ള പിടുത്തത്തിൽ അവനൊന്ന് പതറി. ആരാണെന്ന് മനസ്സിലായില്ല അവന്. അവളെ പിടിച്ചു മാറ്റിയപ്പോഴാണ് അവന് ആളെ മനസ്സിലായത്. വേദിക, നീയായിരുന്നു? എന്തൊരു മുന്നറിയിപ്പില്ലാതെ? അതെന്നാ ചോദ്യം കണ്ണേട്ടാ? കണ്ണേട്ടനെ കാണാൻ വരാൻ എനിക്ക് മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണോ? അതല്ലടി, സാധാരണ നീ വരുന്നതിന് മുമ്പ് പറയാനുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ പറയാതെ വന്നല്ലോ, അതാ ചോദിച്ചി. എനിക്ക് കണ്ണേട്ടനെ കാണാൻ തോന്നി, പിന്നെ വേറൊന്നും ആലോചിച്ചില്ല, എങ്ങ് പോന്നു. ധ്രുവിൻ്റെ കയ്യിൽ തൂങ്ങി നിന്നു കൊഞ്ചിച്ചുകൊണ്ട് വർത്താനം പറയുന്ന വേദികയുമെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്ന ധ്രുവിലായിരുന്നു ജാൻവിയുടെ കണ്ണുകൾ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും ശ്വാസനയോടെ അവളത് പിടിച്ചു വെച്ചു. എല്ലാവരും ചിരിയോടെ അവളുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുവാണ്. പ്രിയാണെങ്കിൽ ജാൻവി ഒരു പരിഹാസത്തോടെ നോക്കി നിൽപ്പുണ്ട്. ജാൻവി പെട്ടെന്ന് നോട്ടം മാറ്റി. വീണ്ടും ധ്രുവിനെ നോക്കിയപ്പോൾ അവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അവളൊന്ന് നോക്കിയതുപോലുമില്ല എന്നത് അവളെ വീണ്ടും സങ്കടപ്പെടുത്തി. പിന്നെയും കാണാനോ കേൾക്കാനോ അവൾ നിന്നില്ല. പതി അടുക്കള വഴി പുറത്തേക്കിറങ്ങി ഗാർഡനിലേക്ക് പോയി സ്റ്റോൺ ബെഞ്ചിലിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ ധ്രുവിൻ്റെയും വേദികയുടെയും സംസാരവും ചിരിയും മാത്രം തെളിഞ്ഞു നിന്നു.
ജാൻവി ഒരു ആലോചനയിലായിരുന്നു. ഇനി ശരിക്കും ധ്രുവേട്ടന് വേദിക ഇഷ്ടമായിരിക്കും. അവർ രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ അങ്ങനെ തോന്നുന്നെനിക്ക്. എൻ്റെ ദേവി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ ധ്രുവേട്ടനെ ചതിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ കാണുന്നൊക്കെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊരു വഴി പറഞ്ഞു താ ദേവി, എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവൾ സങ്കടപ്പെട്ട് അമ്പലത്തിൽ പോകണമെന്ന് തോന്നി. സാധാരണ അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറം സങ്കടം വരുമ്പോൾ അമ്പലത്തിലേക്കാണ് ഓടുന്നത്. അവിടെ പോയി സങ്കടങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിനൊരു ആശ്വാസമാണ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൾ വേഗം അമ്പലത്തിലേക്ക് പോയി. പുത്തമ്പുരക്കലിൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് അവൻ പോയത്. വീട്ടിൻ്റെ അടുത്തുനിന്ന് 10 മിനിറ്റോളം അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ ആരോടും പറയാനൊന്നും നിന്നില്ല അവൾ. കുറച്ചു നേരം എല്ലാവരുടെയും കണ്ണുകൾ ധ്രുവിലും വേദികയിലും മാത്രമായി. അവരുടെ സംസാരവും കളിയും ചിരിയും കണ്ടും എല്ലാവരും നിന്നു. അത് കണ്ടുകൊണ്ടാണ് കാർത്തിക് ഇറങ്ങി വരുന്നത്. ധ്രുവിനോട് ചേർന്നിരിക്കുന്ന വേദിയെ കണ്ട് അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. ഓ, അപ്പം ഞാൻ അടുത്ത് നിൽക്കുന്ന മാത്രം കണ്ണിൻ്റെ പ്രശ്നമല്ലേ? ഈ നിൽക്കുന്നതുകൊണ്ട് അതേ സ്ഥാനമല്ലേ എനിക്കും? എന്നിട്ട് എന്നെ കാണുമ്പോൾ പട്ടിയെപ്പോലെ ആട്ടി അകറ്റുന്നു. സമ്മതിക്കൽ ഞാൻ കണ്ണിട്ട. എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഈ കാർത്തിക തുടങ്ങുവാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം. അതിന് തടസ്സമായി നിൽക്കുന്ന ഒരാളും ഇനി ജീവനോടെ വേണ്ട. തീർക്കും ഞാൻ എല്ലാത്തിനെയും. അവരൊന്ന് ക്രൂരമായി നോക്കിക്കൊണ്ട് അവൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. കയ്യിലിരുന്ന ഫോൺ എടുത്ത് അവളുടെ അമ്മയെ വിളിച്ചു. വേദിക അവന് വിടാതെ കയ്യിൽ തൂങ്ങി നിൽക്കുവാണ്. കുറച്ചു നേരമായിട്ട് അവൻ അവളുടെ കൈകൾ പിടിക്കാൻ നോക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവളുടെ പിടിമുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതവൾ ചെറിയ ഡിസ്റ്റർബ് ഉണ്ടാക്കി. അവൻ ചുറ്റുമുള്ള എല്ലാവരും ഒന്ന് നോക്കി. എല്ലാവരെയും തെളിഞ്ഞ മുഖം കണ്ടപ്പോൾ മനസ്സിലായി ഞങ്ങളെ ഒന്നിച്ചു കണ്ടെൻ്റെയാണെന്ന്. അപ്പോഴാണ് അവൻ അവൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നത്. അവൻ ചുറ്റും ജാൻവിയെ നോക്കി. അവൻ വേഗം അവളുടെ കൈ വിട്ടുമാറി. അത് പറഞ്ഞുകൊണ്ട് അവൻ വേഗം സ്റ്റെയർ കയറി അവൻ്റെ റൂമിലേക്ക് പോയി. പോകുന്ന വഴി ജാൻവിയുടെ മുറിയിലേക്ക് നോക്കാൻ മറന്നില്ല. എന്നാൽ ആ റൂം അടഞ്ഞു കിടക്കുമായിരുന്നു. അവൾ ഉള്ളിലുണ്ടാകുമെന്ന് വിചാരിച്ച് അവൻ അവൻ്റെ മുറിയിലേക്ക് പോയി. ഷേ, ഈ പെണ്ണിത് എവിടെ പോയി? ഞാനിവളും കൂടി സംസാരിച്ച് കണ്ട എന്തെല്ലാം തെറ്റിദ്ധരിക്കും. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് ഓർക്കേണ്ടത്. പഴയ പോലെ സംസാരിച്ചത്. പണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒരു പെങ്ങളെപ്പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല, പെങ്ങൾ തന്നെയായിരുന്നു. അവളുടെ നിന്നാണ് സ്കൂളിലെല്ലാം പൂക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ കൈ പിടിച്ച് പോകുമായിരുന്നുള്ളൂ. കാർത്തിയേക്കാളും എനിക്ക് അടുപ്പ് ഇവളോടായിരുന്നു. എന്നും തുറന്ന് പറയാൻ പറ്റുന്ന സൗഹൃദം ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. ഞാൻ കാനഡയ്ക്ക് പോകുന്നവരെ അങ്ങനെ തന്നെയായിരുന്നു. അവിടെ പോയിട്ട് അതിന് മാറ്റമൊന്നും വന്നില്ല. പക്ഷേ ഇപ്പം അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഇല്ല, അവൾക്ക് ഞാൻ ഒരു ഏട്ടൻ തന്നെയാണ്. അവൾ എൻ്റെ പെങ്ങളും. അവൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് കുളിക്കാൻ കയറി. അപ്പോഴും അവൻ്റെ ഉള്ളിൽ ജാൻവിയുടെ മുഖം തെളിഞ്ഞു വന്നു. അവളെ കാണാതെ ഇനി സമാധാനം ഉണ്ടാകില്ലെന്ന് അവന് മനസ്സിലായി. കുളിച്ചു കഴിഞ്ഞു അവളെ പോയി കാണാൻ അവന് ഉറപ്പിച്ചു. ധ്രുവ് മുറിയിലേക്ക് കയറിപ്പോയതും വേദിക പ്രിയയുടെ അടുത്തേക്ക് വന്നു. പ്രിയ അവളെയും കൂട്ടി ഗാർഡനിലേക്ക് നടന്നു. പ്രേമേ, കണ്ണിന് മാറ്റമൊന്നുമില്ലല്ലോ. പ്രേമ പറഞ്ഞപ്പോൾ സത്യം പറയല്ലോ. ഞാൻ വെച്ചിനും പേടിച്ചു. അതാ ഓടിപ്പിടിച്ച് ഇന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ ശരിക്കും എനിക്ക് സമാധാനമായി. അതാണ് എനിക്കും മനസ്സിലാകാത്ത മോളെ. അവൻ ഇങ്ങനെയൊന്നുമല്ല ഇന്നലെ വരെ എന്നോട് പറഞ്ഞത്. ഇന്ന് രാവിലെ അവരുടെയും വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയല്ല. അതൊക്കെ ചിലപ്പോൾ കണ്ണിൻ്റെ ഒരു തമാശയായിരിക്കും പ്രേമേ. ഞാൻ പറയുന്നത് എൻ്റെ കണ്ണേട്ടൻ കേൾക്കും, അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ ഇത്രയും കാലത്തെ കാത്തിരിപ്പാണ് കണ്ണേട്ടൻ. എനിക്കിപ്പോഴും സമാധാനമായത്. നിനക്ക് വാക്ക് തന്ന് മോഹിപ്പിച്ചിട്ട് അവൻ അവളുടെ പുറകെ പോയതായിരുന്നു എനിക്ക് ദേഷ്യം. ഇനി എന്തായാലും താമസിപ്പിക്കണ്ട, പെട്ടെന്ന് നിശ്ചയവും കല്യാണം നടത്താം. അതെ, പെട്ടെന്ന് തന്നെ വേണം പ്രേമേ. അച്ഛനെങ്ങനെ പറഞ്ഞ്. അതിനു മുമ്പേ ആ പെണ്ണിനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. അവളിവിടെ ഉണ്ട്. ചിലപ്പോൾ അവൻ്റെ മനസ്സ് മാറിയാലോ. അല്ല, പറഞ്ഞ പോലെ എന്തി അവള്? ഞാൻ അതുവരെ കണ്ടില്ലല്ലോ. മോളും കണ്ണനും സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും. വാ, കാണിച്ചു തരാം. ഇതേ സമയം അമ്പലനടയിൽ ദേവിയുടെ മുമ്പിൽ നിറ കണ്ണുകളോടെ അവളുടെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുമായിരുന്നു ജാൻവി. നേരം ഇരുട്ടിയതെന്നും അവൾ അറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോഴാണ് ഇരുട്ടിയത് കാണുന്നത്. പിന്നെ അവിടെ നിന്നില്ല. പെട്ടെന്ന് തിരിച്ചു നടന്നു. പോകുന്ന വഴിയിൽ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. എല്ലാം ദേവിയോട് പറഞ്ഞപ്പോൾ തന്നെ മനസ്സ് ശാന്തമായിരുന്നു. ധ്രുവ് കുളിച്ചിറങ്ങി മുടിയൊന്ന് സെറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങിച്ചെന്നു. ജാൻവിയുടെ റൂം അപ്പോഴും അടച്ചിട്ടേക്കുന്നത് കണ്ട് അവൻ എന്തോ പോലെ തോന്നി. ഇങ്ങനെ മുറിയിൽ കയറി അടച്ചിരിക്കാറില്ലല്ലോ പെണ്ണ്, ഇന്നെന്തു പറ്റി? അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടതും പതിയെ അവളുടെ ഡോറിൽ തട്ടി നോക്കി. അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും പതിയെ തള്ളി നോക്കിയപ്പോൾ അത് തുറന്നു. ചുറ്റും നോക്കിയപ്പോൾ അവൾ അവിടെ ഇല്ലെന്ന് കണ്ടതും ഡോർ ചാരി ഇറങ്ങി. അവൻ വേഗം ഇറങ്ങി അമ്മാമ്മയുടെ മുറിയിലേക്ക് ചെന്നു. ജാൻവി അവിടെ ഉണ്ടെന്ന് നോക്കണം, അതായിരുന്നു അവൻ്റെ പ്ലാൻ. അമ്മാമ്മേ, വാ കണ്ണ,
അച്ചാച്ചൻ വന്നില്ല ഇതുവരെ? ഇല്ല, വന്നില്ല. ഇന്നെന്തോ പഴയ കേസ് റീഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന്, അതിന് ഡിസ്കഷനുണ്ട്, ലേറ്റ് ആകുന്ന പറഞ്ഞ്. ജാൻവി അവിടെ നിന്നും കാണാത്തോണ്ട് അവൻ പതിയെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഗാർഡനിൽ കൂടി ഫുൾ നടന്നു നോക്കി. ഈ പെണ്ണിത് എവിടെ പോയി? മനുഷ്യനെ പീഡിപ്പിക്കാനായിട്ട്. അവൻ പറമ്പിൽ കൂടിയൊക്കെ നടന്നു നോക്കി. ജാൻവിയും അന്വേഷിച്ച് നടക്കുമ്പോഴാണ് വേദിക അവൻ്റെ അടുത്ത് ഓടി വന്നത്. കണ്ടിട്ടാ, ഈ രാത്രി ഇവിടെ എന്താ പരിപാടി? എന്തിനെ കാണാതെ പോയോ? കാണാതെ പോയി. എന്നാ പറ ഞാനും കൂടി കൂടാം. ഏയ് വേണ്ട വേദിക, നീ കയറിപ്പോ. നീ കുറച്ചു നേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ. ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുകയാണോ? നോ, നെവർ, ഞാൻ സമ്മതിക്കല്ലോ മോനെ. അവൾ അത് പറഞ്ഞവൻ്റെ കൈകൾ തൂങ്ങി. ഈ പെണ്ണ് ഒരു മാറ്റമില്ലൊരു നിനക്ക് കെട്ടിക്കാൻ പ്രായമായി, എപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന് വിചാരം. അമ്മാവനെ കാണട്ടെ, ഞാൻ പറയുന്നുണ്ട് നിനക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് തരാൻ. അവനൊരു ചിരിയോടെ പറഞ്ഞു നിർത്തി. ഇത് കണ്ടുകൊണ്ടാണ് ജാൻവി അമ്പലത്തിൽ നിന്ന് നടന്നു വന്നത്. സംസാരിച്ചതുകൊണ്ട് തന്നെ ജാൻവി വന്നത് ധ്രുവ് കണ്ടില്ല. എന്നാ വേദിക കണ്ടിരുന്നു. ജാൻവിയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പ്രിയ പറഞ്ഞു വെച്ച് അവൾക്ക് ആളെ മനസ്സിലായി. ഓ, ഇവൾക്ക് ഒടുക്കത്തെ ഗ്ലാമറാണല്ലോ. അപ്പോ ഈ ഗ്ലാമറൊക്കെ കളഞ്ഞാൽ മതി. കണ്ടിട്ട് പിന്നെ അവളുടെ അടുത്തോട്ട് പോലും പോകില്ല. ജാൻവിക്ക് അവരെ കണ്ടപ്പോൾ വേദന തോന്നിയെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ വേദിയെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ധ്രുവ് പറഞ്ഞതിന് മറുപടി ഒന്നും പറയാതെ നിൽക്കുന്ന ദേവിക ധ്രുവ് ഒന്ന് തിരിഞ്ഞു നോക്കി. എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന അവളുടെ നോട്ടം പിന്തുടർന്നു പോയ അവൻ്റെ കണ്ണുകൾ ജാൻവിയെ കണ്ട് തിളങ്ങി. എന്നാൽ ആ തിളങ്ങുന്ന കണ്ണുകളെ ജാൻവി കണ്ടില്ല. അവൾ അവനെ മൈൻഡ് ചെയ്ത് അകത്തേക്ക് കയറിപ്പോയി. അത് ശരി, അമ്പലത്തിൽ പോയതാണല്ലേ. ഇവിടെ പന പോലെ ഞാൻ നിന്നിട്ട് അവയ്ക്ക് എന്നെ കണ്ടില്ലല്ലോ. കോൺഷു തുരാടി നിനക്ക്. അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ജാൻവിയെ നോക്കിയിട്ടാണെന്ന് മനസ്സിലാക്കിയ വേദിക്ക് ദേഷ്യം വന്നു. അപ്പൊ പ്രേമ പറഞ്ഞ സത്യാണല്ലേ? എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നടന്നേ പറ്റൂ. കണ്ടിട്ടാ, ഇത് ഏത് ലോകത്താ? ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ? മനസ്സിൽ തോന്നിയ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവൾ അവനോട് ചോദിച്ചു. ഏയ് ഞാൻ ചുമ്മാ. എന്നാൽ ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ, നല്ല ടയർഡാ. അയ്യോ, എന്തോ പറ്റി കണ്ടിട്ടിന്? എനിക്കൊന്നുമില്ല വേദിക, നീ ഒന്ന് വിട്ടേ. അവനത് പറഞ്ഞേ അവളുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ധ്രുവിന്റെ മനസ്സിൽ ജാൻവിയെ കാണണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ വേദിക എന്ത് പറഞ്ഞോ എന്ത് ചെയ്യുന്നോ അവൻ അന്വേഷിച്ചില്ല. അവൻ്റെ ആ പെരുമാറ്റം വേദികയെ വേദനിപ്പിച്ചു. കണ്ണിട്ട, നിങ്ങളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ജാൻവി ഇല്ലാതാക്കിയിട്ടാണേലും നിങ്ങളെ ഞാൻ സ്വന്തമാക്കും. വേറെ ആർക്കും ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കില്ല. നിങ്ങളുടെ മനസ്സിൽ ഞാൻ പെങ്ങളായിട്ടാണെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്കങ്ങനെയല്ല. നിങ്ങളെൻ്റെ എല്ലാമാണ്, എൻ്റെ ജീവനാണ്. ആ നിങ്ങളെ ഞാൻ ഒന്നിനു വേണ്ടിയും വിട്ടുകളയില്ല. അമ്മയില്ലാതെ വളർന്ന എനിക്ക് നിങ്ങൾ തന്ന സ്നേഹം അതെനിക്ക് ജീവിക്കാനുള്ള പ്രചോദനമായിരുന്നു. ഇല്ല കണ്ണേട്ട, എനിക്ക് വേണം നിങ്ങളെ. അവളുടെ മനസ്സാലമുറയിട്ട് കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങി. ജാൻവി, നിന്റെ ആയുസിന് ബലം കുറവാണല്ലോ മോളി. ഒരുങ്ങിയിരുന്നു നീ. നിന്റെ കാലനായിട്ട് ഞാൻ വരുന്ന ഉടനെ തന്നെ. അർഹതയില്ലായിട്ടും എൻ്റെ കണ്ണേട്ടനെ സ്നേഹിച്ചത് തന്നെ തെറ്റാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല മോള്. അകത്തേക്കേറിയ ധ്രുവ് ജാൻവിയെ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. രാത്രിയിൽ ഫുഡ് കഴിക്കുമ്പോൾ പോലും ജാൻവി ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. അതവന് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. അവൻ വേഗം ഫുഡ് കഴിച്ച് മുകളിലേക്ക് പോയി. എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലായ ധ്രുവ് പതിയെ മുറി തുറന്ന് പുറത്തിറങ്ങി. അവൻ്റെ ഡോർ ചാരിയിട്ടു താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ജാൻവിയുടെ മുറിയുടെ മുൻപിലെത്തി. ഒന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് ഡോറിൽ പതിയെ തട്ടി. കുറച്ചു നേരം കൊട്ടിയതും ജാൻവി വാതിൽ തുറന്നു. അവൾ തുറന്നതും അവൻ കാറ്റുപോലെ അകത്തേക്ക് കയറി വാതിലടിച്ച് കുറ്റിയിട്ടു. അവൻ എന്താ ചെയ്യുന്നെന്ന് മനസ്സിലാകാതെ അവൾ അന്തം വിട്ട് നിന്നു. അവൻ നേരെ പോയി അവളുടെ ബെഡിൽ കയറി കിടന്നു. ധ്രുവേട്ട, ഇതെന്തി കാണിക്കുന്നേ? ഞാനൊന്നും കാണിച്ചില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? അവനൊന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ തലക്കിട്ടടിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്താ ഇവിടെ കിടക്കുന്നെന്ന്? അതെന്താണെന്ന് നിനക്കറിയില്ലേ? ഞാൻ വന്നിട്ട് എത്ര നേരാടി? ഇത്രയും നേരായിട്ട് നീ ഇത് എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ കൺമുന്നുണ്ടായിരിക്കണമെന്ന്. എന്നിട്ടോ ഞാൻ വന്നപ്പോൾ മുതൽ നിന്നെ നോക്കി നടക്കുക. പിന്നെ വന്നപ്പോൾ മുതൽ നോക്കിപ്പോലും ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞു നിന്നത് പോരാ, എന്നിട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു പാതിരാത്രിക്ക്. അവൾ പറഞ്ഞു കേട്ട് നെട്ടി നിൽക്കുവാണ് ധ്രുവ്. കാരണം അവളിങ്ങനെ തർക്കുത്തരം പറയുമെന്ന് അവന് പുതിയ അറിവായിരുന്നു. ആദ്യത്തെ നെട്ടിൽ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ ചിരി വന്നു. ആ ചിരിയോടെ അവളെ പിടിച്ച് ബെഡിലേക്ക് വലിച്ചിട്ടു.